ഡൽഹിയെ അപേക്ഷിച്ച് 2 മണിക്കൂർ മുമ്പിലാണ് മണിപ്പൂർ. And this reminds me of the fact that people in my home state, the time is 2 hours ahead of Delhi. ജനാധിപത്യത്തിന്റെ ക്ഷേത്രം എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്താണ് എന്നെപ്പോലെ ഒരാളുടെ വേദനയും ദേഷ്യവും പുറത്തേക്ക് വരുന്നത്. And we care for the people of that state. Only then I will accept what is nationalism in our face. നിങ്ങൾ ഈ രാജ്യത്തിന് ഒന്നുമല്ല എന്ന്, നിങ്ങളുടെ സംസ്ഥാനം ഈ രാജ്യത്തിന് ഒരു വിഷയമേ അല്ല എന്ന്. You are saying that you don't matter in this country. Your state doesn't matter in this country. ഇതൊരു ക്ലാസിക് എക്സ്ക്ലൂഷനാണ്. കൊളോണിയൽ ശക്തികൾക്ക് ഇന്ത്യയിൽ ഒരിക്കലും ചരിത്രപരമായ വിഷയം ആയിരുന്നില്ല. And today the Northeast remains outside of the history of the Indian history textbook. That is why you treat them as the other. And that's the silence. നമസ്കാരം. പാർലമെന്റിൽ നിന്നുള്ള ഒരു പ്രസംഗമാണ്, അതിൻ്റെ മലയാള വിവർത്തനമാണ്. ഇന്നർ മണിപ്പൂർ MP അക്കോയ്ജം നടത്തിയ ഒരു ഗംഭീര പ്രസംഗം. അത് നിങ്ങളെ കേൾപ്പിക്കാനുള്ള ഒരാഗ്രഹം കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പാർലമെന്റിൽ ആദ്യമായി ഇത്ര ഗൗരവത്തിൽ പരാമർശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച അക്കോയ്ജം കോൺഗ്രസിൻ്റെ അംഗമാണ്. അദ്ദേഹം മണിപ്പൂരിൽ നിന്നുള്ള എന്താണ് മണിപ്പൂരിൻ്റെ മനസ്സ് എന്ന് ജനത്തിന് മുന്നിൽ, ഇന്ത്യക്ക് മുന്നിൽ തുറന്നിട്ട ഒരു റിസൾട്ടുമായിട്ടാണ് പാർലമെന്റിലേക്ക് വന്നത്, ലോക്സഭയിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശ്നഭരിതമായ കാലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്ന മണിപ്പൂർ ദുരന്തം എന്ന് നാം വിളിക്കുന്ന സംഭവങ്ങൾ നടന്ന കാലത്ത് സർക്കാരിനാൽ നിശബ്ദമാക്കപ്പെട്ടെന്ന് പറയപ്പെടുന്ന സമയത്ത് ഇവിടെ സംസാരിക്കാൻ അനുവദിച്ചാൽ ആദ്യമേ നന്ദി പറയട്ടെ. എന്നാൽ അതിനുള്ളിലെ ഐറണി എന്താണെന്ന് വെച്ചാൽ, സർക്കാരിനാൽ നിശബ്ദമാക്കപ്പെട്ടെന്ന് കരുതപ്പെടുന്ന ഇത്തരമൊരു വിഷയം സഭയിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നത് പാതിരാത്രിയോട് അടുക്കുമ്പോഴാണ് എന്നതാണ്. ഇത് എൻ്റെ സംസ്ഥാനത്തെ സമയത്തെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡൽഹിയെ അപേക്ഷിച്ച് 2 മണിക്കൂർ മുമ്പിലാണ് മണിപ്പൂർ. And this reminds me of the fact that people in my home state, the time is 2 hours ahead of Delhi. ഞങ്ങൾ ഡൽഹിയുടെ ഈണത്തിനനുസരിച്ചാണ് ഡാൻസ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടുത്തെ സമയം 12 അടുക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം സമയമേഖല വേണം എന്നത്. ഇത് അംഗീകരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അവർക്ക് അന്തസ്സ് കൽപ്പിക്കുന്നു എന്ന് വിചാരിക്കാൻ കഴിയൂ. എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുമ്പോൾ മുൻഗണന കൽപ്പിക്കേണ്ട കാര്യമായി കരുതിയതുകൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സ്പീക്കർ, രാഷ്ട്രപതിയുടെ അഭിസംബോധനാ പ്രസംഗത്തിൽ മണിപ്പൂർ ഇല്ലായിരുന്നു എന്നതിലേക്ക് ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. This is not a simple absence. It is a reminder of a Rashtra Chetna which excludes people. ഇതൊരു സാധാരണമായ അസാന്നിധ്യമല്ല. രാഷ്ട്രത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഒരു ജനത എങ്ങനെ ഒഴിവാക്കപ്പെടുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, 60,000-ൽ കൂടുതൽ ആളുകൾ കഴിഞ്ഞ ഒരു വർഷമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. 60,000 people homeless is not a joke. 200+ people died. And there has been a civil war-like situations where people are armed to the teeth and roaming around and fighting each other, defending their villages. And the Indian state is a mute spectator to this tragedy for 1 year. 1947 വിഭജനത്തെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുന്നുണ്ടാകണം. ഒരു റിസർച്ച് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി 1500-ൽ കൂടുതൽ ആളുകളുടെ അഭിമുഖം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ സാക്ഷിയാകുന്നതും ഇതേ കാര്യങ്ങൾക്കു തന്നെയാണ്. ഇവിടെ പറയാൻ പോലും കഴിയാത്തത്ര അങ്ങേയറ്റം ഹീനമായ സാഹചര്യത്തിലാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. 60,000 ആളുകൾക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടത്. 200-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു. ഒരു ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ രീതിയിൽ ആളുകൾ ആയുധധാരികളായി റോന്തു ചുറ്റി പരസ്പരം കൊല്ലുന്നു. അവരവരുടെ ഗ്രാമങ്ങളെ പ്രതിരോധിക്കുന്നു. അപ്പോഴെല്ലാം ഇന്ത്യ മഹാരാജ്യം ഊമയായ ഏകാധിപതിയെപ്പോലെ ഇതെല്ലാം ഒരു വർഷമായി വെറുതെ നോക്കി നിൽക്കുന്നു. എനിക്ക് ഈ സഭയെ നിർബന്ധമായും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. മണിപ്പൂരിലെ ഓരോ സ്ക്വയർ സെൻറ്റിമീറ്ററിലും ഇപ്പോൾ സായുധ സൈന്യത്തിൻ്റെ നിയന്ത്രണമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൈനിക സാന്നിധ്യമുള്ള ഇടം കൂടിയായി മണിപ്പൂർ മാറി. Each and every square centimeter of Manipur is covered by a central armed forces. It is one of the most militarized areas in this country where you have more armed policemen than the civil police, besides the armed forces of the union. സിവിൽ പോലീസിനേക്കാൾ കൂടുതൽ സായുധ സൈന്യമുള്ള ഇടം. എന്നിട്ടും എങ്ങനെയാണ് 60,000-ൽ കൂടുതൽ ആളുകൾ ഭവനരഹിതരാകുന്നത്? ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്? എന്നിട്ടും ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൗനം ഞെട്ടിക്കുന്നതാണ്. ഒരു വാക്കുപോലും ഇതേക്കുറിച്ച് പറഞ്ഞില്ല. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഒരു വാക്കിൻ്റെ സൂചന പോലും ഇല്ല. Despite this, how is that 60,000 people were rendered homeless and villages in thousands were destroyed? And yet, our Prime Minister remained mute, not even a word.
And the presidential address did not even mention that. ഈ നിശബ്ദത അസാധാരണമല്ല. അധിനിവേശ കാലത്തിനും അധിനിവേശാനന്തര കാലത്തിനും ഇടയിൽ ഒരു പിന്തുടർച്ചയുണ്ട് എന്ന് നിരവധി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊളോണിയൽ കാലത്തിൻ്റെ ശേഷിപ്പുകളില്ലാത്ത പുതിയ നിയമങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആശിഷ് നന്ദി പറഞ്ഞതുപോലെ മേൽക്കോയ്മ എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അതൊരു മനഃശാസ്ത്രപരമായ പ്രതിഭാസമാണ്. അത് ജനങ്ങളെയും ലോകത്തെയും നിങ്ങൾ വീക്ഷിക്കുന്ന രീതി എന്നതാണ്. ഈ കൊളോണിയലിസത്തിൻ്റെ തുടർച്ച ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിൽ ഒന്നിനെ അവഗണിക്കുന്നതിലൂടെ കാണാൻ കഴിയും. ഇന്ത്യ അതിലെ സ്വന്തം പൗരന്മാരോട് കാട്ടുന്ന നീതി നിഷേധത്തിലുള്ള പ്രതിഷേധവും ദുഃഖവും അമർഷവും രേഖപ്പെടുത്താൻ പാതിരാത്രിയോടടുക്കുന്ന ഈ സമയത്തെങ്കിലും അവസരം ലഭിക്കുന്നു എന്നതിൽ ആശ്ചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്ക് സഭയോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോടും പ്രത്യേകിച്ച് മണിപ്പൂരിനോടും കാട്ടുന്ന ഈ നിശബ്ദത പറഞ്ഞു വയ്ക്കുന്നത് ഇന്ത്യ രാജ്യത്തെ മറ്റു കാര്യങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾ ഒരു വിഷയമേ അല്ല എന്നാണോ? Is this silence communicating to the people of the Northeast and Manipur in particular that you don't matter in the Indian state's scheme of things? ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജ്യം അശോക ചക്ര നൽകി ആദരിച്ച മേജർ ലെയ്ഷ്റാം ജ്യോട്ടിൻ അദ്ദേഹം ഒരു മണിപ്പൂരിയായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനത്തെയാണ് അവമതിക്കുന്നത്. ശ്രീലങ്കയിൽ ഇന്ത്യയിൽ നിന്നുള്ള സമാധാന സംരക്ഷണ സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ കൊല്ലപ്പെട്ട നാഗോം ജോയ് ദത്ത അദ്ദേഹം ഒരു മണിപ്പൂരിയായിരുന്നു. അദ്ദേഹത്തിന് വീരചക്ര നൽകി രാജ്യം ആദരിച്ചു. അദ്ദേഹത്തെയും നിങ്ങൾ അവമതിക്കുകയാണ്. രാജ്യാന്തര വേദികളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യയിലെ യുവാക്കളെ നിങ്ങൾ അവമതിക്കുകയാണ്. മേരി കോം, സരിത കുഞ്ചറാണി, മീരാബായ് ചനു എന്നിവരോട് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഈ രാജ്യത്തിന് ഒന്നുമല്ല എന്ന്. നിങ്ങളുടെ സംസ്ഥാനം ഈ രാജ്യത്തിന് ഒരു വിഷയമേ അല്ല എന്ന്. ഇതോടൊപ്പം നിങ്ങൾ പറയുകയാണ് ഇന്ത്യയിലെ സംസ്കാരത്തിൻ്റെ ബിംബമായ രതൻ തിയോം ഈ രാജ്യത്തൊരു വിഷയമേ അല്ല എന്ന്. അരിബം ശ്യാം ശർമ്മ ഈ രാജ്യത്തൊരു വിഷയമല്ല എന്ന്. നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തോട് ഒരു കണികയെങ്കിലും അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ സഭയിലോ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലോ ഈ സംസ്ഥാനത്തെക്കുറിച്ച് ഇത്ര നിശബ്ദത പാലിക്കുമായിരുന്നില്ല. You are saying that you don't matter in this country. Your state doesn't matter in this country. You are also saying that the likes of Ratan Tiam, the icon of the culture of this country, Harivam Sham Sharma, don't matter in this country. If you have an iota of concern for this state, there would not have been a silence. There would not have been a silence in this house, nor in the presidential address. നിങ്ങൾക്ക് ആ സംസ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളുടെ ദേശീയതയെയും ദേശീയബോധത്തെയും കുറിച്ചും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം ഈ ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചവരായിരുന്നു എന്ന്. BJP പ്രവർത്തകർ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു സഭയിൽ. അവർക്ക് അല്പം സമയം അനുവദിച്ചതിന് ശേഷം അക്കോയ്ജം ഹിന്ദിയിലും പ്രസംഗിക്കുന്നുണ്ട് BJP അംഗങ്ങൾക്ക് മനസ്സിലാകാൻ എന്ന മട്ടിൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം 75 വർഷങ്ങൾക്ക് ശേഷവും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ ക്ലാസിക് ഹിസ്റ്ററിക്ക് പുറത്താണെന്ന് നിങ്ങൾക്ക് പറയുന്നതിനെ നിഷേധിക്കാൻ കഴിയുമോ? ഇതൊരു ക്ലാസിക് എക്സ്ക്ലൂഷനാണ്. കൊളോണിയൽ ശക്തികൾക്ക് ഇന്ത്യയിൽ ഒരിക്കലും ചരിത്രപരമായ വിഷയം ആയിരുന്നില്ല. അതൊരു നരവംശപരമായ വിഷയമായിരുന്നു. ഇന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ ചരിത്ര പുസ്തകങ്ങൾക്ക് പുറത്താണ് സ്ഥാനം. 5 years after independence, can you negate this fact? We are talking about the inclusion of the Northeast history after 75 years. That's a classic exclusion. India was an anthropological subject, not a historical subject in the eyes of the colonial forces. And today, the Northeast remains outside of the history of the Indian history textbook. That is why you treat them as the other. And that's the silence. And the silence on the Manipur tragedy is not unique. It is a reflection of this general continuity of the colonial in the post-colonial. നിങ്ങൾ അവരെ അപരന്മാരാക്കി മാറ്റി പെരുമാറുന്നത് കൊണ്ടാണ് മണിപ്പൂരിലെ ദുരന്തങ്ങളെക്കുറിച്ചും കലാപങ്ങളെക്കുറിച്ചുമുള്ള നിശബ്ദത ഒറ്റപ്പെട്ടതല്ല, മറിച്ച് അത് അധിനിവേശ കാലത്തും അധിനിവേശാനന്തര കാലത്തും തുടരുന്ന അവഗണനയുടെ പ്രതിഫലനമാണ്. BJP പോലൊരു ദേശീയ പാർട്ടിക്ക് മണിപ്പൂരിലെ ദുരന്തത്തിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലെങ്കിൽ ആ 60,000 ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന വിധവകളെയും അമ്മമാരെയും കുറിച്ച് ചിന്തിക്കൂ. എന്നിട്ട് നെഞ്ചിൽ കൈവച്ച് ദേശീയതയെ കുറിച്ച് സംസാരിക്കൂ. അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് യഥാർത്ഥ ദുരന്തം എന്താണ് എന്ന് മനസ്സിലാകൂ. On your heart and think about the 60,000 people who are linguistic in relief camps. And those mothers, those widows, think of them.
and then you talk about nationalism. ജനാധിപത്യത്തിന്റെ ക്ഷേത്രം എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്താണ് എന്നെപ്പോലൊരാളുടെ വേദനയും ദേഷ്യവും പുറത്തേക്ക് വരുന്നത്. BJP ക്യാബിനറ്റ് മന്ത്രിക്ക് എൻ്റെ ശബ്ദത്തിലെ മുറിവും വേദനയും ആശങ്കയും അമർഷവും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്പമെങ്കിലും വേദന തോന്നുന്നുണ്ടെങ്കിൽ, ആ 60,000 ആളുകൾ നരകിച്ചു കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകൂ. പ്രധാനമന്ത്രി മണിപ്പൂരിന് വേണ്ടി വായി തുറക്കുന്ന സമയം മുതൽ ഞാൻ നിശബ്ദനാകാം. ഇന്ത്യയുടെ ദേശീയ പാർട്ടി മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ആ സംസ്ഥാനത്തെ ജനങ്ങളെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ, അപ്പോൾ മാത്രമേ നമ്മുടെ മുഖത്ത് കാണുന്ന ഈ ദേശീയതയെ ഞാൻ അംഗീകരിക്കൂ എന്നാണ് അക്കോയ്ജം പറഞ്ഞ് അവസാനിപ്പിച്ചത്. Mr. Chairman, the hurt, the anger has thrown a nobody like me to be part of this temple of democracy. Bidding the BJP cabinet minister think about the pain. If you hear an anxiety, anguish and pain in my voice, please go back and see those 60,000 people languishing in the relief camp. Don't talk about partition remembrance till you bring that. I would keep quiet the moment the Prime Minister opened his mouth and the Nationalist Party says that Manipur is part of India and we care for the people of that state. Only then I will accept what is nationalism in our face. ഒരുപക്ഷെ അതിവൈകാരികതയോടെ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൻ്റെ നീണ്ട നാളുകളായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകൂടം പോലും അങ്ങനെ അങ്ങ് നടക്കട്ടെ, ഇതിങ്ങനെ പോട്ടെ എന്നുള്ള സമീപനത്തോടെ ആളുകൾ കൊല്ലപ്പെട്ടു വീഴുന്ന ഘട്ടത്തിൽ പോലും സമീപനം സ്വീകരിച്ചെടുത്തു നിന്ന് അക്കോയ്ജാം പാർലമെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച യാത്രയുടെ തുടർച്ച അക്കോയ്ജാമിലൂടെ പാർലമെൻറ്റിൽ ശബ്ദമായി മുഴങ്ങി കേൾക്കുന്നു എന്നുള്ള സന്തോഷം കൂടി ആശ്വാസം കൂടി നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. ഇനി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ മണിപ്പൂർ സൂചിപ്പിച്ചു, രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കാതിരുന്ന ആ മണിപ്പൂർ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് ഈ സമ്മർദ്ദതന്ത്രത്തിൻ്റെ, ഈ സമരത്തിൻ്റെ ഫലമാണ്. ഇനി ആ സംസ്ഥാനത്തിന് വേണ്ടി സർക്കാർ എന്തു ചെയ്യും എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.